ഹലോ, ഹായ്. ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോണം. അതെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം. ഞാനേ ചിക്കൻ കൊണ്ടുള്ള ഒരു ചെറിയ സ്നാക്സാണ് ഉണ്ടാക്കണത്. ഇത് ചിക്കൻ വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ. ഇത് ബ്രെഡിൻ്റെ പൊടി, കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, ഒരു മുട്ട. ഇഞ്ചിയുടെ കൂടെ വെളുത്തുള്ളി ഇടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഇഞ്ചിയിൽ മാത്രം ഒതുക്കി. ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് വയ്ക്കാനൊരു പാത്രം. ഇതെല്ലാം കൂടെ ഞാൻ ഒന്ന് യോജിപ്പിക്കുന്നത് കാണിച്ചു തരാം. ആദ്യം പച്ചമുളകും ഇഞ്ചി യോജിപ്പിച്ച്, സവാള, ചിക്കനിൽ കുറച്ച് കുരുമുളക് മാത്രം ഇടുന്നുണ്ട്. ഗരം മസാലയും കൂടെ, വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല. ബ്രെഡ് പൊടിച്ചത്, ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ, ഞാൻ ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ബ്രെഡിൽ ആവശ്യമുള്ള ഉപ്പും മധുരമൊക്കെ ഉണ്ട്. എന്നാലും ഞാനൊരു കുറച്ചൊരു അതിൽ കൂടെ യൂസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുത്ത് നമ്മൾ ഒന്ന് എണ്ണയിൽ വറുത്ത് കോരണം. ചെറിയ സ്നാക്സ് വെറുതെ ഇരിക്കുന്നുണ്ട്, വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എളുപ്പമല്ലേ, വലിയ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇനി ഞാനിത് ചെറിയ ബൗളുകളാക്കി എടുക്കാൻ പോവുകയാണേ. കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കി എടുക്കണം. കണ്ട, ഇതെല്ലാം ഞാൻ ബൗളുകളിലാക്കി കുറേ ബൗളാക്കി എടുത്ത് ഇനി ഇതിനെ നമുക്ക് പതുക്കെ വറുത്ത് കോരാം. എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ നല്ല ചൂടായിട്ട് നമ്മൾ തീ അങ്ങ് നല്ല കുറയ്ക്കണം. ബ്രെഡ് ആയതുകൊണ്ടേ എല്ലാം വെന്ത സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങ് എടുത്താൽ മതി, ഫ്രൈ ചെയ്ത് ഒരു ചെറിയ കളറ് മാറുമ്പോൾ ഇങ്ങ് എടുക്കാം. അപ്പോൾ അത് കാരണം തീ നല്ല ചൂടായിട്ട് തീ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതിനെ വറുത്ത് കോരാൻ. ഈ ബ്രെഡ് ആയതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ചെറിയ തീയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണേ.
ഇപ്പോൾ കളറ് ബ്രൗണിഷായി കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കാറായി. കണ്ട, ആകെ കുറച്ച് ഒരു പിടിയിൽ നമുക്ക് ഇത്രയും, ഒരു പിടി ചിക്കനാണ്. ഒരു പിടി എന്ന് പറയണത് ഒരു ഇച്ചിരി, ഒരു 4-5 പീസ് എടുത്ത് അതിൽ കുറച്ച് ബ്രെഡും ഒക്കെ ഇട്ട് ഒരു ഈവനിങ് സ്നാക്സ് ആയില്ലേ. എളുപ്പമല്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും സൗകര്യമായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേ. ഇത് നമ്മൾ സോസ് മുക്കി കഴിക്കാം. ഓക്കേ.